കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മളെ എവിടെ നിർത്തിയത് വെച്ചാൽ മൂന്നാം സർഗത്തിൽ നമ്മൾ 15ാമത്തെ ശ്ലോകം ചെയ്തു. അപ്പോൾ അതോടുകൂടി ഹനുമാൻ രാമചരിതം സങ്കീർത്തനം ചെയ്തു. പതുക്കെ സീത കേൾക്കാനായും കൊണ്ട് ശ്രീരാമചരിതം കീർത്തിച്ചു രാമൻ, അല്ലേ? മുഴുവൻ ചുരുക്കിയിട്ട് കീർത്തിച്ചു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയത്. ഇനി നമുക്ക് ഇത് കേട്ടിട്ട് സീത, അതാണ് നമുക്ക് സീതയുടെ വിചാരമാണ് ഇനി അടുത്തേൽ വരാൻ പറയണം. കാരണം രാമചരിതം മുഴുവൻ പതുക്കെ സാവധാനത്തിൽ പറഞ്ഞത് മുഴുവൻ ആരാ പറയണമെന്ന് മനസ്സിലായില്ല, മറിഞ്ഞിരുന്ന് പറയണത് പക്ഷെ സീത കേട്ടു, അല്ലേ? അത് ഇനി നമുക്ക് നോക്കാം. 16, 17, 18, 19 ഒന്നിച്ചാണ്. സീത ക്രമേണ തൽസർവം ശ്രുത്വാ വിസ്മയമായയൗ കിമിദം മേ ശ്രുതം വ്യോമ്നി വായുനാ സമുദീരിതം സ്വപ്നോ വാ മേ മനോഭ്രാന്തിര്യതി വാ സത്യമേവ തദ് നിദ്രാ മേ നാസ്തി ദുഃഖേന ജാനാമ്യേതൽ കുതോ ഭ്രമഃ യേന മേ കർണപീയൂഷം വചനം സമുദീരിതം സദൃശ്യതാം മഹാഭാഗ പ്രിയവാദി മമാഗ്രതഃ. ശ്രുത്വാ തജ്ജാനകീവാക്യം ഹനുമാൻ പത്രഷണ്ഡതഃ അവതീര്യ ശനൈഃ സീതാപുരത സമവസ്ഥിത. ഇനി ഈ രാമചരിതം കേട്ടിട്ടുള്ള സീത എന്താണെന്നാ പറയണം കേട്ടോ. സീത തൽസർവം ക്രമേണ ശ്രുത്വ, സീത അത് മുഴുവനും കേട്ടിട്ട്, ക്രമത്തിൽ കേട്ടിട്ട് വിസ്മയം ആയോ, അത്ഭുതമായി. ആരാത് രാമൻ്റെ കഥപട പറയണത്? കാണാനുമില്ല പറയണ ആളെ. മേ വ്യോമ്നി ശ്രുതമിതം കിം, ഇത് ആകാശത്തുനിന്ന് വരുന്ന ഒരു അശരീരി പോലെ കേൾക്കുകയാണോ? വ്യോമ്നി പറഞ്ഞാൽ ആകാശം, അല്ലെ? വ്യോമത്തുനിന്ന് വരുന്നൊരു ശബ്ദമാണോ? അശരീരിയാണോ? വായുന സമുദീരിതം കിം, വായു ഭഗവാൻ കൊണ്ടുവരുന്നതാണോ? സ്വപ്നാണോ? മേ മനോഭ്രാന്തി വാ, എൻ്റെ മനസ്സിൻ്റെ വിഭ്രാന്തിയാണോ? യതി വാ തത് സത്യമേവ വാ, ഇത് ശരിക്കും സത്യമായിട്ട് ഞാൻ കേൾക്കുന്നുണ്ടോ, എനിക്ക് തോന്നുകയാണോ? ദുഃഖേന അമ്മേ നിദ്ര നാസ്തി, ദുഃഖം കൊണ്ട് എനിക്ക് ഉറക്കല്ല. ഏതത് ജാനാമി, ഇത് ഞാൻ അറിയണു. ഇത് കുതഹ ഭ്രമ, ഇത് ഞാൻ ഭ്രമിച്ച് കേൾക്കുകയാണോ? അതായത് കേൾക്കാതെ കേൾക്കുന്നുണ്ട് തോന്നുകയാണോ? ഭ്രമാണോന്ന്. മേ കർണപീയൂഷം വചനം, എനിക്ക് ഏറ്റവും കർണത്തിന്, എൻ്റെ കർണങ്ങൾക്ക് അമൃതമായിട്ടുള്ള ഈ വാക്കുകൾ ഏന സമുദീരിതം, ആരാൽ പറയപ്പെട്ടുവോ? പ്രിയവാദി മഹാഭാഗ സഹ, അങ്ങനെ എനിക്ക് ഏറ്റവും പ്രിയമുള്ള വാക്കുകളെ പറയുന്ന ആ ബഹുമാന്യനായ ആ ആള് മേ അഗ്രത ദൃശ്യതാം, എൻ്റെ മുമ്പിൽ വരണേ, എൻ്റെ മുമ്പിൽ എനിക്ക് കാണുമാറാകണേ. ജാനകീവാക്യം തത് ശ്രുത്വ, ഇത് ജാനകി പറഞ്ഞപ്പോൾ അത് കേട്ടിട്ട് ഹനുമാൻ പത്രഷണ്ഡതഃ ശനൈഹി അവതീര്യ, അതായത് ഇലകളാൽ മറഞ്ഞപ്പെട്ടിരിക്കുകയല്ലേ, ആ ഇലകളുടെ പിന്നിൽ നിന്ന് മെല്ലെ ഇറങ്ങിയിട്ട്, പേടിപ്പിക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് പെതുക്കെ ഇറങ്ങിയിട്ട് സീതാപുരത സമവസ്ഥിത, സീതയുടെ മുമ്പിൽ നിന്നു. അപ്പം ശരിക്കും സീതയുടെ മുമ്പിലേക്ക് പോകാനുള്ള അവസരം കിട്ടി ഹനുമാൻ ഇങ്ങനെ സങ്കീർത്തനം ചെയ്ത രാമചരിതം മുഴുവനെ കേട്ടപ്പോൾ സീത അത്ഭുത പരതന്ത്രയി എന്ന് തന്നെ പറയണം. എന്താ വെച്ചാൽ വിചാരിച്ചു, ഇതിപ്പോൾ ആകാശത്തുനിന്ന് കേൾക്കണ ഒരു ആകാശവാണിയാണോ അത്? അതോ വായുദേവൻ പറഞ്ഞതാവോ? അതോ എൻ്റെ സ്വപ്നമാണോ? അതോ എനിക്ക് മനസ്സിൽ തോന്നിയിട്ടുള്ള വിഭ്രാന്തിയാണോ? ദുഃഖം കൊണ്ട് ഉറക്കമില്ലാത്തതുകൊണ്ട് സ്വപ്നം കാണാൻ അവകാശമില്ല, സ്വപ്നം കാണാൻ വഴിയില്ല, ഞാൻ ഉറങ്ങിയിട്ടുന്നില്ല, അപ്പോൾ സ്വപ്നമല്ല.
ഈ കേട്ട കാര്യം ശരിക്കിപ്പോഴും എനിക്ക് നല്ലോണം കേട്ടുപോലെ തോന്നുന്നുണ്ട്. അപ്പം അത് മനസ്സിൻ്റെ ഭ്രമമൊന്നുമല്ല, വ്യക്തമായിട്ട് കേട്ടു. എൻ്റെ ഈ കർണങ്ങൾക്ക് അമൃതം പോലെ മധുരമായിട്ടുള്ള ഈ വാക്ക് ഇത്ര ഭംഗിയിൽ ആരാ പറഞ്ഞത്? ആ ആള്, ആ പുണ്യവാനായിട്ടുള്ള ആ പുണ്യപുരുഷനെ എൻ്റെ മുമ്പിൽ എനിക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവണേ എന്ന് പറഞ്ഞപ്പോൾ, സീത അതങ്ങോട്ട് പറഞ്ഞപ്പോൾ ഹനുമാന് സന്തോഷമായി. ഹനുമാൻ ഇലകളുടെ ആ മറവിൽ നിന്ന് പതുക്കെ ഇറങ്ങി വന്ന് സീതയുടെ മുമ്പിൽ നിന്നു. ഇനി അതൊന്നും കൂടി വായിച്ചിട്ട് നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോവാം. സീതാ ക്രമേണ തൽസർവം ശ്രുത്വാ വിസ്മയമായയൗ കിമിദം മേ ശ്രുതം വ്യോംനി വായുനാ സമുദീരിതം സ്വപ്നോ വാമേ മനോഭ്രാന്തിര്യതി വാ സത്യമേവ തദ് നിദ്രാമേ നാസ്തി. ഉറങ്ങിയിട്ടേ ഇല്ല. ദുഃഖേന, ദുഃഖം കൊണ്ടേ, ജാനാമ്യേതൽ കുതോ ഭ്രമഃ. അപ്പോൾ സ്വപ്നാവില്ലല്ലോ. ഏനമേ കർണപീയൂഷം വചനം സമുദീരിതം സദൃശ്യതാം മഹാഭാഗ പ്രിയവാദി മമാഗ്രത. എൻ്റെ അഗ്രത്തിന് മുമ്പിൽ പ്രത്യക്ഷമാവട്ടെ. ശ്രുത്വാ തജ്ജനനി ജാനകീ വാക്യം ഹനുമാൻ പത്രഷണ്ഡതഃ അവതീര്യ ശനൈഃ സീതാപുരത സമവസ്ഥിത. പതുക്കെ ഇറങ്ങി സീതയുടെ മുമ്പിൽ വന്ന് നിന്നു. നമുക്കിങ്ങനെ കാണാം അല്ലേ ആ ഒരു രംഗം മനസ്സിലെ. കളപിംഗ പ്രമാണാംഗോ രക്താസ്യഃ പീതവാനരഃ നനാമ ശനകൈഃ സീതാം പ്രാഞ്ജലിപുരതസ്ഥിതഃ. കളപിംഗ പ്രമാണാംഗഃ, അതായത് ഒരു പക്ഷിയുടെ പേരാ തോണ്ടത്. ചകടം എന്ന് പറഞ്ഞൊരു പക്ഷിയോളം ചെറുതായ ശരീരവും, അതായത് സൂക്ഷ്മ ശരീരമായിട്ടാണ് ലങ്കയിലേക്ക് കടന്നതേ. അപ്പോൾ സൂക്ഷ്മ ശരീരമായിട്ട് ചെറിയ രൂപത്തിലപ്പോൾ ഹനുമാൻ കുട്ടിക്കൊരഞ്ഞനായിട്ടാണ്, കുഞ്ഞൊരു കൊരഞ്ഞനായിട്ടാണ്. അതാണ് കളപിംഗ പ്രമാണാംഗ എന്ന്. കളപിംഗം എന്ന് പറഞ്ഞാൽ പക്ഷിയോളം. കളപിംഗം എന്ന് വേറൊരു പേര് ചകടം എന്ന് ഞാൻ വായിച്ചു. എന്തായാലും എനിക്ക് എന്താണെന്നറിയില്ല. കളപിംഗം എന്നൊരു എന്തായാലും ചെറിയൊരു പക്ഷിയാണെന്ന് മനസ്സിലാക്കാം നമുക്ക്. പക്ഷിയോളം ചെറുതായ ഒരു ശരീരത്തോടു കൂടിയവനും, അംഗം ചെറിയ ശരീരത്തോടു കൂടിയതല്ല, സൂക്ഷ്മ ശരീര. അതായത് ചെറിയ ശരീരം എന്ന് പറഞ്ഞാൽ അപ്പോൾ സൂക്ഷ്മം വെച്ചാൽ കാണാൻ പറ്റാത്തത് അർത്ഥത്തിലല്ല കേട്ടോ, ചെറിയത്. രക്താസ്യ, രക്തവർണ്ണമുള്ള മുഖത്തോടും. ഭഗവാൻ ഹനുമാൻ്റെ മുഖം ചോപ്പാന്നാണ് പറയുക. രക്തവർണ്ണം പിന്നെ ഒരു ശ്ലോകത്തിൽ അങ്ങനെ ഉണ്ട്. എന്താണ്? കദലീശൻ്റെ മധ്യസ്ഥം വായുസൂനോ നമാമ്യഹം. രക്തവക്ത്രം രക്തനയനം, അങ്ങനെയാണ് ഹനുമാൻ്റെ. കദലീശൻ്റെ മധ്യസ്ഥം വായുസൂനോ നമാമ്യഹം. അതാണ്. അപ്പം രക്തവർണ്ണമായിട്ടുള്ള മുഖത്തോടു കൂടി പീതവാനരഹ, മഞ്ഞക്കുരങ്ങൻ, അതായത് കറുത്തതല്ല, കരിങ്കുരങ്ങനല്ല. ശനകൈഹി സീതാം നനാമ. ഇപ്പം ചെരൂക്കി പോലെ, ചെരൂക്കി ചെറുതാണല്ലോ. മെല്ലെ മെല്ലെ സീതയെ നമസ്കരിച്ചു. പ്രാഞ്ജലി, അഞ്ജലിബദ്ധനായിട്ട് കൈ കൂപ്പിക്കൊണ്ട് പുരതാ സ്ഥിത, മുമ്പിൽ നിന്നു. അതോ ചകടം എന്ന് പേരായിട്ടുള്ള, അല്ലെങ്കിൽ കളപിംഗം എന്ന് പേരായിട്ടുള്ള ഒരു പക്ഷിയോളം ചെറിയ ശരീരവും നല്ല ചോന്ന മുഖവും മഞ്ഞ നിറത്തോടു കൂടിയ ദേഹവുമുള്ള ഒരു കുഞ്ഞിക്കുരങ്ങൻ പതുക്കെ പതുക്കെ സീതയുടെ സമീപത്ത് വന്ന് നമസ്കരിച്ചു. എന്നിട്ട് കൈകളെ ശിരസ്സിൽ കൂപ്പിക്കൊണ്ട് തൊഴുതുകൊണ്ട് സീതയുടെ മുമ്പിൽ നിന്നു. കളപിംഗ പ്രമാണാംഗോ രക്താസ്യ പീതവാനര നനാമ ശനകൈഃ സീതാം പ്രാഞ്ജലി പുരതസ്ഥിത. 21 22 ഒരു വരി. ദൃഷ്ട്വാ തം ജാനകീം ഭീതാ രാവണോയമുപാഗതഃ മാം മോഹയിതുമായാതോ മായയാ വാനരാകൃതിഃ ഇത്യേവം ചിന്തയിത്വാ സാ തൂഷ്ണീം അധോമുഖി. അതോ തം ദൃഷ്ട്വാ, ഇപ്പം ഈ കുരഞ്ഞനെ കണ്ടപ്പോഴേ, അയം രാവണ ഉപാഗത, ഇത് രാവണൻ തന്നെ. ഈ രാക്ഷസന്മാർക്കൊക്കെ മായാശക്തി ഉണ്ടല്ലോ. അപ്പോൾ മായാശക്തി ഉപയോഗിച്ച് ഒരു കുരഞ്ഞനായി മുമ്പിൽ വന്നതാണോ എന്നാണ് പേടി. എപ്പോഴും ഓരോ മായ കാണിക്കുമല്ലോ. അപ്പോൾ
ഈ രാക്ഷസന്മാർക്ക് അവരൊക്കെ മായാവികളാണ്. അപ്പോൾ രാവണൻ തന്നെ മായയാ വാനരാകൃതി, മായ കൊണ്ട് വാനരാകൃതിയായിട്ട് ഇത് രാവണൻ തന്നെയാണ് എന്ന് വിചാരിച്ചിട്ട് മാം മോഹയിതും മായാത, എന്നെ മോഹിപ്പിക്കാൻ വന്നതാവും രാവണൻ തന്നെ മായ കൊണ്ട് വാനരാകൃതി പൂണ്ട് എൻ്റെ മുമ്പിൽ വന്നതായിരിക്കും എന്നെ മോഹിപ്പിക്കാൻ. മാം മോഹയിതും മായാത്, എന്നെ മോഹിപ്പിക്കാൻ വന്നതാവും. ജാനകി ഭീത, പേടിച്ചു സീത. ഇതി ഏവം ചിന്തയിത്വ സാ, ഇപ്രകാരം ചിന്തിച്ചിട്ട് അവൾ ആധോമുഖി തൂഷ്ണീം ആസീത്, താഴത്തേക്ക് മുഖം കുനിച്ചുകൊണ്ട് മിണ്ടാതിരുന്നു. ഒന്നും മിണ്ടാൻ വയ്യപ്പിച്ച രാവണനാണെന്ന് വെച്ചാൽ പിന്നെ തല മുഖം ഒന്ന് കാണിച്ചു കൊടുക്കാൻ കൂടി തയ്യാറല്ല. അപ്പം തല കുനിച്ച ദേഹം ചുളിച്ച്, അതായത് ഇങ്ങനെ കൂനി പിടിച്ചിരുന്നു, മിണ്ടിയതുമില്ല, ഒരക്ഷരം മിണ്ടാതെ. അതായത് ഈ പിന്നെ വാനരനെ കണ്ടിട്ട് സീത ഭയപ്പെട്ടു. എന്നുവെച്ചാൽ ഈ വന്നിരിക്കുന്ന വാനരൻ ചിലപ്പോൾ രാവണൻ തന്നെ മായാശക്തി കൊണ്ട് വാനരൂപം ധരിച്ച് എന്നെ മോഹിപ്പിക്കാൻ വന്നതാവും എന്ന് വിചാരിച്ച് ദുഃഖം കൊണ്ടും പേടി കൊണ്ടും മുഖം താഴ്ത്തി ഒന്നും മിണ്ടാണ്ടിരുന്നു എന്ന്. ഈ 22ൻ്റെ ഒരു വരിയും 23, 24 ചെയ്യാം. പുനരപ്യാഹതാം സീതാം ദേവി യത്വം വിശങ്കസേ. 23. നാഹം തഥാവിധോ മാതസ്ത്യജ ശങ്കാം മയി സ്ഥിതാം ദാസോഹം കോസലേന്ദ്രസ്യ രാമസ്യ പരമാത്മനഃ സചിവോഹം ഹരീന്ദ്രസ്യ സുഗ്രീവസ്യ ശുഭപ്രദേ വായോഃ പുത്രോഹം അഖില പ്രാണഭൂതസ്യ ശോഭനേ. എന്താ പറഞ്ഞറിയോ? താം സീതാം പുനഃ അപി ആഹ. അപ്പം സീതയോടെ ഹനുമാൻ, അതുവരെ ഹനുമാൻ ഒന്നും പറഞ്ഞില്ല, തൊഴുതു നിന്നല്ലേ ഉള്ളൂ. ഇപ്പോൾ സീത തലയും താത്തി ഒന്നും മിണ്ടാതിരുന്നപ്പോൾ സീതയോടെ പിന്നെയും ഹനുമാൻ പറഞ്ഞു. എന്താ പറഞ്ഞ്? ദേവി, ഹേ ദേവി, ത്വം യത് ശങ്കസേ, എന്നെ ഇപ്പം ശങ്കിക്കുന്നുണ്ടല്ലോ, അഹം തഥാവിധ നഹ, ഞാൻ അങ്ങനെ ശങ്കിക്കപ്പെടേണ്ടവനല്ല. മാതഃ മയി സ്ഥിതാം ശങ്കാം ത്യജ, ഹേ മാതാവേ, എന്നെ കുറിച്ചുള്ള ശങ്ക ത്യജിച്ചാലും, ശങ്കാം ത്യജ. കോസലേന്ദ്രസ്യ പരമാത്മനഃ രാമസ്യ ദാസഃ അഹം, ഞാൻ ആരാണെന്നറിയോ? അയോധ്യാധിപതിയും പരമാത്മാവുമായ രാമൻ്റെ ദാസനാണ്, മറ്റാരുമല്ല. അയോധ്യാധിപതി ആയിട്ടുള്ള പരമാത്മാവ് തന്നെ രൂപം പൂണ്ട് വന്നിരിക്കുന്ന ആ ശ്രീരാമ ഭഗവാന്റെ ദാസനാണ് ഞാൻ. ഹരീന്ദ്രസ്യ സുഗ്രീവസ്യ സജീവ, വാനരാധിപനായിട്ടുള്ള സുഗ്രീവൻ്റെ മന്ത്രിയാണ് ഞാൻ. അഖില പ്രാണഭൂതസ്യ വായോഹ പുത്ര, അതും പോരാ, അഹം അഖില പ്രാണഭൂതസ്യ വായോഹ പുത്ര, അതായത് ലോകത്തിലെ എല്ലാവരുടെയും പ്രാണനായിരിക്കുന്ന വായുവിൻ്റെ പുത്രനാണ് ഞാൻ. അല്ലേ? നമുക്കൊക്കെ പ്രാണൻ വേണമെങ്കിൽ വായു വേണമല്ലോ. അങ്ങനെ അതായത് സമഷ്ടി പ്രാണൻ എന്ന് വേണമെങ്കിൽ പറയാം. സകല പ്രാണികളിലും പ്രാണനായിരിക്കുന്ന വായുവിൻ്റെ പുത്രനുമാണ് ഞാൻ. എന്താ പറഞ്ഞാൽ ഇപ്പോൾ അതായത് സീതയുടെ പേടി നിശേഷം മാറ്റാനുള്ള തരത്തിലാണ്. അതായത് നല്ല ബുദ്ധിമാനല്ലേ ഹനുമാൻ. അപ്പോൾ സീതയുടെ പേടി ഒരൊറ്റ വാചകത്തിൽ മാറ്റാനായിട്ടാണ് അത്ര വളരെ ശ്രദ്ധിച്ചിട്ടാണ് ഹനുമാൻ വാക്കുകൾ തിരഞ്ഞെടുത്തത്. എന്താ പറഞ്ഞത്? ദേവി ശങ്കിക്കുന്ന തരത്തിലുള്ള ഒരാളല്ല ഞാൻ. അയോധ്യാധിപതിയും പരമാത്മാവുമായിട്ടുള്ള രാമൻ്റെ ദൂതനാണ്. ഏറ്റവും ആദ്യം പറയേണ്ടത് അതല്ലേ പറഞ്ഞു. പിന്നെ പറഞ്ഞു വാനരാധിപനായിട്ടുള്ള സുഗ്രീവൻ്റെ മന്ത്രിയാണ്. ഇതിനൊക്കെ പുറമേ ഹേ സീത അമ്മേ, സകല പ്രാണികളിലും പ്രാണഭൂതനായിരിക്കണ വായുദേവൻ്റെ പുത്രനുമാണ് ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വിഷമം വേണ്ടാച്ചിട്ടേ സീതയ്ക്ക്. പുനരപ്യാഹതാം സീതാം ദേവി യത്വം വിശങ്കസേ നാഹം തഥാവിധോ മാതസ്ത്യജ ശങ്കാം മയി സ്ഥിതാം, ശങ്ക ത്യജിച്ചോളൂന്ന്. ദാസോഹം കോസലേന്ദ്രസ്യ രാമസ്യ പരമാത്മനഃ. പിന്നെയോ സജീവോഹം, സജീവൻ മന്ത്രിയാണ്. സജീവോഹം ഹരീന്ദ്രസ്യ, ഹരീന്ദ്രനാരാണ്? ഹരി പറഞ്ഞാൽ കുരങ്ങ്, വാനന്മാർക്കും ഹരി എന്ന് പറയും. ഹരീന്ദ്രൻ സുഗ്രീവൻ.
സുഗ്രീവസ്യ ശുഭപ്രദേ വായോഹ പുത്രോഹമഖില പ്രാണഭൂതസ്യ ശോഭനേ. അങ്ങനെ പറഞ്ഞു. ഇനി 25ഉം 26ഉം വായിക്കാം. തച്ഛ്രുത്വാ ജാനകീ പ്രാഹ ഹനുമന്തം കൃതാഞ്ജലിം വാനരാണാം മനുഷ്യാണാം സംഗതിർഘടതേ കഥം യഥാ തം രാമചന്ദ്രസ്യ ദാസോഹമിതി ഭാഷസേ താമാഹ മാരുതീഃ പ്രീതോ ജാനകിം പുരതസ്ഥിത. എന്താ അറിയോ? തത്ശ്രുത്വ, അത് കേട്ടിട്ട്, കൃതാഞ്ജലിം ഹനുമന്തം ജാനകി പ്രാഹ, അഞ്ജലിബദ്ധനായിട്ട് നിൽക്കുന്ന ഹനുമാനോട് ജാനകി ഇപ്രകാരം എന്താ പറഞ്ഞ്? യഥാത്വം രാമചന്ദ്രസ്യ ദാസഃ അഹം ഇതി ഭാഷസേ. യാതൊരു വിധത്തിൽ നീ രാമചന്ദ്രൻ്റെ ദാസൻ ഞാൻ എന്ന് പറയുന്നുവോ? നീ പറഞ്ഞല്ലോ രാമദാസനാണെന്ന്. വാനരാണാം മനുഷ്യാണാം, അതായത് വാനരന്മാരുടെയും മനുഷ്യന്മാരുടെയും സംഗതി കഥം ഘടതേ, എങ്ങനെയാണ് ഈ വാനരന്മാരും മനുഷ്യനും, അതായത് ശ്രീരാമൻ എങ്ങനെയപ്പോൾ ഈ സുഗ്രീവനെ ആയിട്ട്, സുഗ്രീവൻ്റെ മന്ത്രിയെ നീയേ പറഞ്ഞു ഇല്ലേ? അപ്പോൾ ശ്രീരാമൻ്റെ ദാസനുമാണ്. എന്താ ഇപ്പോൾ ശ്രീരാമനും വാനരന്മാരുമായിട്ട് എന്ത് ബന്ധമുള്ളത്? എനിക്കറിയില്ല ഒരു ബന്ധമുള്ളത്. അതായത് ശ്രീരാമൻ ഇതുവരെ വാനരന്മാരായിട്ടൊന്നും ഒരു ബന്ധം ഉണ്ടായിട്ടില്ല. ഇപ്പം നീ പറയണു ശ്രീരാമദാസനാണ്, അതേസമയം സുഗ്രീവൻ്റെ സജീവനുമാണെന്ന്. അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് പറയാണ്. എങ്ങനെയാണ് അതിനുള്ള ബന്ധം? പുരത സ്ഥിത പ്രീത മാരുതി, മുമ്പിൽ നിൽക്കുന്ന ആ പ്രീതനായിട്ടുള്ള മാരുതി അല്ലെങ്കിൽ വായു ഹനുമാൻ താം ജാനകി മാഹ, അപ്പം ജാനകിയോട് പറഞ്ഞു. കാരണം വിശ്വാസമാകുന്നില്ല. എങ്ങനെയപ്പോൾ അത് ശ്രീരാമൻ്റെ ദാസനും സുഗ്രീവൻ്റെ മന്ത്രിയാവണത്? കാരണം ഇതിനു മുമ്പെന്നും ശ്രീരാമന് വാനരന്മാരായിട്ടൊരു ബന്ധമൊന്നും ഉണ്ടായിട്ടില്ല. അത് കേട്ടപ്പോൾ വേഗം സന്തോഷമായി, പറയാനൊരു അവസരം കിട്ടിയല്ലോ ഹനുമാന്. അപ്പം ഹനുമാൻ താം ജാനകിയും ആഹ, ജാനകിയോട് പറഞ്ഞു. അതായത് ഹനുമാൻ വളരെ വളരെ ശങ്ക വരാതിരിക്കാൻ തക്കോണം പറയുകയാണ് ചെയ്തത് അല്ലേ. എന്നാലും ഒരു ശങ്ക ഉണ്ടായി. അതാണ് ഹനുമാൻ പറഞ്ഞതിട്ട് സീത പിന്നെ ഹനുമാനോട് പറഞ്ഞു, എന്നുവെച്ചാൽ രാമൻ ദൂതനുമാണ്, എനിക്കതിൽ വലിയ ഒരു കണക്ഷൻ തോന്നണില്ല. അപ്പോൾ വേഗം സന്തോഷമായി, ഇനി ഒക്കെ പറയാലോ, അവസരം കിട്ടിയല്ലോ. അപ്പം നമുക്ക് 25ഉം 26ഉം വായിച്ച് അടുത്ത 3ഉം കൂടിയും ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതെ. തച്ഛ്രുത്വാ ജാനകി പ്രാഹ ഹനുമന്തം കൃതാഞ്ജലിം വാനരാണാം മനുഷ്യാണാം സംഗതിർഘടതേ കഥം യഥാ തം രാമചന്ദ്രസ്യ ദാസോഹമിതി ഭാഷസേ താമാഹ മാരുതിഃ പ്രീതോ ജാനകിം പുരതസ്ഥിത. ഇനി 27ഉം 28ഉം 29ഉം ചെയ്യാട്ടോ. ഹൃഷ്യമൂക മഗാദ്രാമഃ ശബര്യാനോദിതസുധീ സുഗ്രീവോ ഹൃഷ്യമൂകസ്ഥോ ദൃഷ്ടവാൻ രാമലക്ഷ്മണൗ ഭീതോ മാം പ്രേഷയാമാസാജ്ഞാതും രാമസ്യ ഹൃദ്ഗതം ബ്രഹ്മചാരിപുർ ധൃത്വാ ഗതോഹം രാമസന്നിധിം ജ്ഞാത്വാ രാമസ്യ സദ്ഭാവം സ്കന്ധോപരി നിധായ തൗ നീത്വാ സുഗ്രീവ സാമീപ്യം സഖ്യം ചാകരവം തയോഹോ. അപ്പോൾ വിസ്തരിച്ച് പറയുകയാണ് എങ്ങനെയാണ് സുഗ്രീവനായിട്ട് സഖ്യം ചെയ്യൊക്കെ ഉണ്ടായത്, അതിന് മുമ്പ് എന്താ ഉണ്ടായത് പറയുകയാണ് കേട്ടോ. അതോ ശബര്യാനോദിത സുധീഹി രാമ, ശബരിയാണല്ലോ പറഞ്ഞത് ഹൃഷ്യമൂകാചലത്തേക്ക് പൊക്കോളാൻ. ശബരിക്ക് മോക്ഷം കൊടുത്തതിന് ശേഷം ശബരി പറഞ്ഞു ഹൃഷ്യമൂകാചലത്തിൽ സുഗ്രീവൻ അങ്ങോട്ട് പൊക്കോളാൻ പറയുകയാണല്ലോ സഹായിക്കുന്ന. അപ്പോൾ ശബരിയാൽ പ്രേരിപ്പിക്കപ്പെട്ടിട്ട് ബുദ്ധിമാനായിട്ടുള്ള രാമൻ സുധീഹി രാമാണ് അല്ലേ, ബുദ്ധിമാനായ രാമൻ ഹൃഷ്യമുഖം അഗാത്, ഹൃഷ്യമുഖത്തിലേക്ക് എത്തി. ഹൃഷ്യമുഖസ്ഥ സുഗ്രീവ, ഹൃഷ്യമുഖത്തിൽ ബാലിയാൽ അടിച്ചോടിക്കപ്പെട്ടിരിക്കുകയാണല്ലോ സുഗ്രീവൻ. ആ സുഗ്രീവൻ രാമലക്ഷ്മണവും ദൃഷ്ടവാൻ, രാമലക്ഷ്മണന്മാരെ കണ്ടിട്ട് ഭീത സുഗ്രീവ, അതായത് ബാലിയുടെ ആൾക്കാരാണെന്നോ പേടി എപ്പോഴേ. അപ്പോൾ പേടിച്ചിട്ട് സുഗ്രീവൻ രാമസ്യ ഹൃദ്ഗതം ജ്ഞാതും, രാമൻ എന്തിനാണ് അവിടെ ഹൃഷ്യമൂകാസത്തിൽ വന്നിരിക്കണമെന്ന് അറിയാൻ വേണ്ടി എന്നെ അയച്ചു. അഹം രാമസന്നിധിം ഗത, ഞാൻ രാമസന്നിധിയിലേക്ക് പോയിട്ട് രാമസ്യ സദ്ഭാവം ജ്ഞാത്വ, രാമന് യാതൊരു
പിന്നെ എന്താണ് വിചാരമില്ല എന്ന് മനസ്സിലാക്കിയിട്ട്, അതായത് ശരിക്കും പറയാച്ചാൽ സീതയുടെ കാര്യത്തിൽ സഹായിക്കാൻ ചോദിക്കാനാണല്ലോ വന്നത്. അപ്പോൾ രാമന് സുഗ്രീവനെ കൊല്ലാനോ സുഗ്രീവനൊരു ബുദ്ധിമുട്ടുണ്ടാക്കാനോ ഒന്നും പിന്നെ പ്ലാനില്ല എന്ന് അറിഞ്ഞിട്ട്, രാമൻ്റെ നല്ല വിചാരത്തെ അറിഞ്ഞിട്ട് തൗ സ്കന്ധോപരി നിധായ, ഞാൻ അവരെ തൊഴിലേറ്റിക്കൊണ്ട് സുഗ്രീവ സാമീപ്യം നീത്വ, സുഗ്രീവൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് തയോഹോ സഖ്യം അകരവം ച, അവർ തമ്മിൽ സഖ്യം ചെയ്യാനുള്ള ഇടണ്ടായി, സഖ്യം ചെയ്യിപ്പിച്ചു എന്ന്. അതായത് അതിനു മുമ്പ് സുഗ്രീവൻ്റെ അടുത്ത് എത്തണ വരെയുള്ള കഥയാണ് പറയണത്. കാരണം എങ്ങനെയാണ് ശ്രീരാമനും രാവണനും തമ്മിൽ, ശ്രീരാമനും വാനരന്മാരും തമ്മിലുള്ള കണക്ഷൻ എന്ന് ചോദിച്ചുല്ലോ സീത. വാനരന്മാരെ കണ്ടുമുട്ടാനുള്ളൊരു സംഗതി എന്താ ഉണ്ടായതോ ചോദിച്ചു. അത് പറയാണ്, ശബരിയുടെ പ്രേരണ കൊണ്ട് ബുദ്ധിമാനായിട്ടുള്ള രാമൻ ഹൃഷ്യമുഖ പർവ്വതത്തിൽ എത്തി. ഹൃഷ്യമുഖ പർവ്വതത്തിൻ്റെ മുകളിലിരിക്കുന്ന സുഗ്രീവൻ രാമലക്ഷ്മണന്മാരെ അകലെ കണ്ടപ്പോൾ ഭയം കൊണ്ട്, അതായത് ബാലി അയച്ച് വരണവരാണോ എന്ന് സംശയിച്ചിട്ട് തന്നെ കൊല്ലാൻ വേണ്ടി വരുന്നവരാണോ എന്ന് പേടിച്ച് രാമൻ്റെ മനസ്സിരിപ്പ് അറിയാനായിട്ട് എന്നെ അയച്ചു. അപ്പോൾ ബ്രഹ്മചാരിയുടെ വേഷം കെട്ടി ഞാൻ രാമൻ്റെ അടുത്ത് ചെന്നു. എന്നിട്ട് രാമൻ്റെ ഉദ്ദേശശുദ്ധി മനസ്സിലായപ്പോൾ ഞാൻ അവരെ രണ്ടുപേരെയും തോളിലെടുത്ത് കൊണ്ട് സുഗ്രീവൻ്റെ സമീപത്തേക്ക് കൊണ്ടുവന്നിട്ട് ഞാൻ സുഗ്രീവനെയും രാമനെയും തമ്മിൽ സഖ്യം ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഈ ഇതുണ്ടായത് എന്ന് പറഞ്ഞു. ഹൃഷ്യമൂകമഗാദ്രാമഃ ശബര്യാനോദിത സുധീഹി സുഗ്രീവോ ഹൃഷ്യമൂകസ്ഥോ ദൃഷ്ടവാൻ രാമലക്ഷ്മണൗ ഭീതോ മാം പ്രേഷയാമാസാജ്ഞാതും രാമസ്യ ഹൃദ്ഗതം ബ്രഹ്മചാരിപുർ ധൃത്വാ, ബ്രഹ്മചാരിയുടെ വേഷം കെട്ടിയിട്ടാണല്ലോ പോയത്. ഗതോഹം രാമസന്നിധിം ജ്ഞാത്വാ രാമസ്യ സദ്ഭാവം, ഉദ്ദേശശുദ്ധി മനസ്സിലായപ്പോൾ സ്കന്ധോപരി നിധായ തൗ നീത്വാ സുഗ്രീവ സാമീപ്യം സഖ്യം ചാ അകരവം തയോഹോ, അങ്ങനെ ഞാൻ സഖ്യം ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞ് നമുക്കിവിടെ നിർത്താം. പിന്നെ 3 ശ്ലോകം ഒന്നിച്ചാണ്. അപ്പോൾ ഇന്നിവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം. ശ്രീ സീതാലക്ഷ്മണ ഭരശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. ഗുരുവായൂരപ്പ ശരണം.